അപ്പം ചിലവർ ഓപ്പറേഷന് വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. തീവ്രം അങ്ങ് അതിൻ്റെ അറ്റം എത്തിക്കഴിഞ്ഞ് ഒരു പാറ പോലെ ആയി കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല ഓപ്പറേഷൻ ചെയ്യുക അല്ലാതെ. കാരണം നമ്മളത് വിട്ട് കഴിഞ്ഞാൽ മിക്കവാറും കണ്ണിനകത്തിരുന്ന് പൊട്ടിപ്പോകും. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ചിലപ്പോൾ നമ്മളതൊക്കെ ചെയ്യും. ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കണ്ണിനകത്ത് കുറച്ച് നാളത്തേക്ക് നീര് കാണും. അപ്പോൾ അങ്ങനെ നീരുള്ള സന്ദർഭത്തിൽ നമ്മൾ ഡ്രോപ്സ് മാത്രം പലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഓയിൻമെൻറ്റ് കൊടുക്കും. ഈ ഓയിൻമെൻറ്റ് ഉപ്പിൻ്റെ ഓയിൻമെൻറ്റാണ്. അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കണ്ണിൽ നീരുള്ള ആ നീരെല്ലാം കൂടെ വലിച്ചെടുക്കുക, നീര് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇടുമ്പം ഉപ്പാണ്, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, അവിടെ ചെറിയ നീറ്റിലൊക്കെ കാണും. അത് സഹിച്ച് അങ്ങ് ഇടുക. അത് മാത്രമല്ലാതെ ചില പ്രായമുള്ള വ്യക്തികൾക്കും ഞാൻ പേഴ്സണലി ഈ ഡ്രോപ്സ് കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇത് ഉപ്പിൻ്റെ ഓയിൻമെൻറ്റാണ്. ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ മീനൊക്കെ ഉപ്പിലിടുക, അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിടുക എന്ന് പറയും. അതിനകത്ത് കീടാണുക്കളൊന്നും വളരത്തില്ല. കറക്റ്റല്ലേ? അതുകൊണ്ട് ഈ ഓയിൻമെൻറ്റ് ഞാൻ കൊടുക്കുന്നത് നീര് പോകാനായിട്ടല്ല, കീടാണുക്കൾ കണ്ണിൽ അധികമായിട്ട് വളരാതിരിക്കാനായിട്ട് ഞാൻ ചിലപ്പം ഈ ഉപ്പിൻ്റെ ഓയിൻമെൻറ്റ് കൊടുക്കാറുണ്ട്.